സാധാരണ സെറ്റപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ്. റീജിയൻ കൺട്രി ചോദിക്കുന്നത്, ഇന്ത്യ കൊടുക്കുന്നു, നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. നോക്കുക, P55 5G ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഡോട്ട് വെച്ചത് 15ഉം ഈ ഡോട്ട് വെക്കാത്തത് 14 എന്ന് പറഞ്ഞ പോലത്തെ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഈ പൈസക്ക് എങ്ങനെ ഈ ഒരു ഫോൺ തരാൻ വേണ്ടി പറ്റാം? ഞാൻ അന്ന് വീഡിയോ ചെയ്യുമ്പോഴും ചോദിച്ചൊരു കാര്യമാണ്. അതെ. ഹായ്, ഫോൺടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 10,000 രൂപ ബജറ്റിൽ ഫോൺ അവതരിപ്പിച്ചിരുന്നു. ഒരുപാട് നല്ല നല്ല ഫോണുകളായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. ഞാൻ ഓൾറെഡി പറയാം, ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോയ സമയത്ത് 10,000 ഫോണിന് ഇത്ര ബിൽഡപ്പ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ബിൽഡപ്പ് ആവശ്യമുണ്ട് തീർച്ചയായിട്ടും. കാരണം ഒരു ബജറ്റാണ്, അത് വലിയൊരു കാരണം 10,000 രൂപ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ പറയാ, അത് ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് 10,000 രൂപ വലിയൊരു വാല്യുബിൾ മണിയാണ്. അപ്പൊ അതിന് വേർത്തായിട്ടുള്ള ഫോൺ തന്നെ എടുക്കണം. അതുകൊണ്ടാണ് അത്തരം വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായും ശരിക്കും. അപ്പൊ അതിലൊരു ഫോൺ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നുണ്ട്. അൺബോക്സ് ചെയ്യാൻ വേണ്ടി രഞ്ജിത്ത് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് രഞ്ജിത്ത് അൺബോക്സ് ചെയ്താലോ? അല്ലേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മൾ ഇന്ന് ഏത് മോഡൽ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു? ഇന്ന് നമ്മൾ ഐറ്റൽ P55 എന്ന് പറഞ്ഞൊരു 5G ഫോണാണ് അൺബോക്സ് ചെയ്യുന്നത്. അണ്ടർ 10,000 ഏറ്റവും ബെസ്റ്റ് പെക്കിൽ കിട്ടുന്ന ഒരു ഫോണാണ് ഐറ്റൽ P55. അല്ല, ഈ ഐറ്റൽ എന്നുള്ള ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഐറ്റൽ എന്ന ബ്രാൻഡിനെ പറ്റിയിട്ട് അറിയണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഐറ്റൽ ഒരു മികച്ച ബ്രാൻഡാണ്. ഇതിന് സർവീസുകൾ എല്ലാ സ്ഥലത്തും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ മേടിച്ച ഈ ഒരു ഫോണിന് 2 വർഷം വാറണ്ടി കൂടെ അവർ കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഒരു ബ്രാൻഡിൽ തന്നെ പിടിച്ചു നിൽക്കുന്നതിനേക്കാളും നല്ലത് പലതരം ബ്രാൻഡുകൾ ട്രൈ ചെയ്യണം. ഇതുപോലുള്ള ബ്രാൻഡുകളെല്ലാം വരികയും വേണം. എന്നാൽ മാത്രമേ മാർക്കറ്റിൽ ഒരു കോമ്പറ്റീഷൻ വരികയുള്ളൂ. അതേപോലെ തന്നെ ആ കോമ്പറ്റീഷൻ ഹെൽത്തി ആയിട്ട് എല്ലാവർക്കും എന്താ പറയാ, ഒരു ഐഫോൺ ഇപ്പോൾ 1.5 ലക്ഷം രൂപക്ക് തരുന്ന സ്പെക്ക് യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്, അല്ലേ? തീർച്ചയായും. പക്ഷെ ആ ബ്രാൻഡ് വാല്യൂവിനാണ് ആ ഒരു പൈസ നമ്മൾ കൊടുക്കുന്നത്. ബ്രാൻഡ് വാല്യൂ ചിന്തിക്കാത്ത ആൾക്കാർ പോലും വീഡിയോ കണ്ടിരുന്നു. കാരണം ഐഫോൺ 15, കാരണം അതിന്റെ പ്രസന്റേഷൻ ഡേയില് വളരെ ഫ്ലോപ്പ് ആയിരുന്നു. കാരണം എല്ലാ വർഷവും ഇവർ പറയുന്നത് തന്നെയാണ് ഈ വർഷം പറഞ്ഞത്, സത്യം. പക്ഷെ എന്നിട്ടും ആ ഐഫോൺ 15 റിലീസ് ചെയ്യുന്ന ഡേറ്റില് രാത്രി 10 മണിക്ക് പോയി പിറ്റേന്ന് രാവിലെ 6 മണിക്ക് കട തുറക്കുന്ന കടകൾക്ക് മുന്നിൽ പോയി ലൈന് നിൽക്കണമെങ്കിൽ നമ്മളുടെ ആ ഒരു ജനങ്ങളുടെ ഒരു വികാരം നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല. നമ്മൾ ഈ അണ്ണൻ തമ്പി സിനിമയിൽ മമ്മൂട്ടിനെ പറഞ്ഞ പോലെ ഈ ഡോട്ട് വെച്ചത് 15ഉം ഈ ഡോട്ട് വെക്കാത്തത് 14 എന്ന് പറഞ്ഞ പോലത്തെ വ്യത്യാസങ്ങളേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ അത് വെച്ചെല്ലാം നോക്കുമ്പോൾ നമുക്ക് ഐറ്റലെല്ലാം എന്താ പറയാ, നമുക്ക് മോർ എക്സ്പെക്ട് ചെയ്യാം അല്ലെ ഇനിയും വരുന്ന ഫോണുകൾ? തീർച്ചയായിട്ടും. അവരുടെ കയ്യിൽ നിന്ന് ഇനിയും നല്ല രീതിയിൽ നല്ല നല്ല ഫോണുകൾ എക്സ്പെക്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം. അതെ, ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് ഐറ്റൽ P55 5G ഫോൺ. ഓക്കെ, തീർച്ചയായും. ഓക്കെ രഞ്ജിത്തെ, ഓപ്പൺ ചെയ്തോളൂ. ആമസോൺ പാക്കിംഗ് ആണ്. ഇതെന്താ സംഭവം? നമ്മൾ വലിയ എന്തോ വന്ന പോലെ ഉള്ളത്. ആമസോൺ പാക്കിംഗ് അല്ലേ, അപ്പൊ അങ്ങനെ ഉണ്ടാവും. കവർ വലുതാണ്. ഉള്ളിലുള്ള പാക്ക് വളരെ ബിലോ ആവറേജ് ആണ്. ഉള്ളിലുള്ള ഈ പാക്കിംഗ് ഇത് ചുമ്മാ കാർഡ്ബോർഡ് പാക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചാണ്. ഇത് സ്റ്റിക്കർ പറിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു ബോക്സ് പോലെയാണ്. വാവ്, നിങ്ങള് ഇതുപോലൊരു പാക്കിങ് കണ്ടിട്ടുണ്ടാവും. സാംസങ് C ഫോൾഡ് എന്ന് പറഞ്ഞ ആ ഫോൾഡിംഗ് ഫോണിന് ഈ രീതിയിലാണ് അതിന്റെ ബോക്സ് വരുന്നത്. അത്രയും പ്രീമിയം റേഞ്ചിലാണ് നിങ്ങൾക്ക് ഈ ബോക്സ് കാണാൻ പറ്റുക. നിങ്ങൾ മനസ്സിലാക്കാം, ഐറ്റൽ എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മൾ ഒരിക്കലും പുച്ഛിക്കാൻ പാടില്ല. കാരണം അത് ബോക്സ് കണ്ട് മാത്രമല്ല നമ്മൾ പറയുന്നത്, അതിന്റെ സ്പെക്കും കൂടെ കണ്ടിട്ടാണ്. നിങ്ങൾ സ്പെക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ നോക്കാം. അണ്ടർ 10,000 ബഡ്ജറ്റിൽ ഇതിന്റെ കോർണറിൽ നോക്കിക്കഴിഞ്ഞാൽ 12 GB റാം, 128 GB റോം ഇന്റർണൽ സ്പേസ് ആണ്. 12 GB റാമും 128 GB ഇന്റർണൽ സ്പേസും തന്നിരിക്കുന്ന അണ്ടർ 10,000 5G സപ്പോർട്ട് ഫോണാണ്. നോക്കുക, P55 5G ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ കോർണറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി, 2 year വാറണ്ടി. ഓക്കെ, ഇതിന് ഫ്രീ സ്ക്രീൻ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല. നമുക്ക് അതിനെപ്പറ്റി വഴിയെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. ഇന്നിപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതിന്റെ പുറകുവശം കാണിക്കുന്നത് ഏതാണ്ട് ഇങ്ങനെയാണ്. ഇതിന്റെ പുറകുവശത്തുള്ള കാര്യങ്ങൾ, അതിന്റെ സ്പെക്ക് കാര്യങ്ങൾ, അതിന്റെ IMEI നമ്പർ, എല്ലാ കാര്യങ്ങളും അതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്യാം.
വളരെ മികച്ച പാക്കിംഗ് ആണ്. പാക്കിങ്ങിന് തന്നെ വേണമെങ്കിൽ ഒരു 5000 രൂപ കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും. മെയ്ഡ് ഇൻ ഇന്ത്യ അതും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്തല്ലേ കാണുമ്പോൾ തന്നെ ഒരു പ്രൗഡാണ്, ഒരു പ്രൗഡ് ഫീൽ ആണ്. അങ്ങനെ രഞ്ജിത്ത് പുതിയ ഫോൺ അങ്ങനെ പിച്ച് കീറുകയാണ്. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്തു. ഇവിടെ 2 പ്രൊട്ടക്റ്റഡ് സീൽ ഉണ്ട്. ഇതൊന്നും സീലൊന്നും ക്രാക്ക് ആവാത്ത സാധനം തന്നെ മേടിക്കണം എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, അത് കഴിഞ്ഞു. നമ്മൾ അതിനെ വളരെ നീറ്റായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. വരുന്നുണ്ട്. വാവ്, നല്ല പക്ക നീറ്റ് പാക്കിംഗ് അല്ലേ? നീറ്റ് ആൻഡ് ക്ലീൻ പാക്കിംഗ്. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നോക്കാം. ഓഫ് കോഴ്സ് അതൊരു കേസാണ്. കേസിന് വേറെ പൈസ കൊടുക്കണ്ട. കേസിന് വേറെ പൈസ കൊടുക്കണ്ട. ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ കേസാണ്. അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഈ കേസിനില്ല. പിന്നെ ഇതിൻ്റെ കൂടെ കാണുന്നത് ഒരു ചെറിയ മെനു ആണ്, യൂസർ മാനുവൽ എന്ന് പറയുന്ന സംഭവം. ചെറിയ രണ്ട് പേജ് മാത്രമുള്ള ഒരു ചെറിയ യൂസർ മാനുവൽ ആണ്. നമുക്കത് മാറ്റി വെക്കാം. അതിനുശേഷം പിന്നെ നമുക്കിവിടെ കാണുന്നത് ഡാറ്റ കേബിൾ സി ടൈപ്പ് ഡാറ്റ കേബിൾ. അത് അതിൻ്റെ കൂടെ തന്നെ തരുന്നുണ്ട്. അത് മാറ്റി വെക്കാം. പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് ഇത് സിം ഇജക്ടർ പിന്ന് ഇതിൻ്റെ അകത്ത് കൂടെ തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ ഫോണിലും കിട്ടുന്ന പോലെ തന്നെയാണ്. അതിനുശേഷം അതിൻ്റെ അഡാപ്റ്ററാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. അഡാപ്റ്റർ ഇപ്പോൾ നമുക്ക് ഐഫോണൊക്കെ അഡാപ്റ്റർ തരാതിരിക്കുന്ന സമയത്ത് സാംസങ് പോലും അത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ അവർ അഡാപ്റ്റർ തന്നിട്ടുണ്ട്. 18 വാട്ട്സ് ചാർജറാണ് ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്നത്. അത്യാവശ്യം സ്പീഡായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഫോൺ എടുക്കാം. ഇതാണ് ഫോൺ. ഒലീവ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒലീവ് ഗ്രീൻ നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ഉള്ളത്. പ്രീമിയം ഫീൽ ഉണ്ട് അല്ലേ? ഫീൽ ഉണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് ഇത് ഊരി നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇൻ ഹാൻഡ് ഫീൽ എന്ന് പറയുന്നത് വളരെ മികച്ചതാണ്. അത്രയും വെയിറ്റ് ഒന്നുമില്ല, ഇച്ചിരി ലൈറ്റ് വെയിറ്റ് ആണ്. സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻ്റ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ വലിയ 2 ക്യാമറകൾ കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ ക്യാമറയാണ്. പിന്നെ അതിന്റെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തത് ഈ പൈസക്ക് എങ്ങനെ ഈ ഒരു ഫോൺ തരാൻ വേണ്ടി പറ്റാ. ഞാൻ അന്ന് വീഡിയോ ചെയ്യുമ്പോഴും ചോദിച്ചൊരു കാര്യമാണ്. അതെ, ഈ ഐറ്റലിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോ എങ്ങനെയാണ് ഈ ഒരു ബജറ്റിൽ നമുക്ക് ഈ ഒരു ഫോൺ കൊടുക്കാൻ വേണ്ടി പറ്റാം? തീർച്ചയായും 10,000 രൂപയാണ് ബജറ്റ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്തുകൊണ്ടും പറയുകയാണെങ്കിൽ, കാരണം അൺബോക്സിംഗ് കൂടി ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത്, ഞാൻ പ്രൊഡക്റ്റിന്റെ ആ ടച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് വേർത്താണ്. ഡാം ഷുവർ അത് വേർത്താണ് അല്ലേ രഞ്ജിത്ത്? ഓഫ് കോഴ്സ് ബാക്ക് ബോഡിയൊക്കെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ബട്ട് അതിന്റെ ഫിനിഷ് ഭയങ്കര ഫിനിഷാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കാണാം 5G എന്നുള്ള ഇവിടെ ഹോളോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 50 MP AI ക്യാമറ എന്നാണ് ഇതിനകത്ത് ഹോളോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സ്പീക്കർ ഗ്രില്ല്, USB പോർട്ട് C, അതിനുശേഷം പിന്നെ മൈക്ക് ഹോള്, ഹെഡ്സെറ്റ് ജാക്കിന്റെ ഹോളും ഇതിനകത്തുണ്ട്. ഇവിടെ പഞ്ച് ഹോൾ ക്യാമറയാണ് ഇവിടെ കാണുന്നത്, പഞ്ച് ഹോൾ ക്യാമറ. ഓക്കെ, അപ്പൊ നമുക്കിത് ഓൺ ചെയ്ത് ഞാനൊന്ന് ബട്ടൺ പ്രസ് ചെയ്യട്ടെ, നോക്കാം. വൈബ്രേറ്റ് ആയി. ഐറ്റൽ ലോഗോ വരുന്നുണ്ട്. സെറ്റിംഗ് ചോദിക്കുന്നുണ്ട്. ഒരുപാട് ടൈം ഒന്നും വേണ്ട, പെട്ടെന്ന്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഓൾറെഡി സെലക്റ്റഡ് ആണ് ലാംഗ്വേജ്. നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. നമ്മൾ സാധാരണ സെറ്റപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ്. റീജിയൻ, കൺട്രി ചോദിക്കുന്നുണ്ട്, ഇന്ത്യ കൊടുക്കുന്നു, നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. പിന്നെ ഇൻസേർട്ട് സിം കാർഡ് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് കൊടുക്കാം. ഇപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം സ്കിപ്പ് കൊടുക്കുന്നു. കണക്ട് വൈഫൈ അത് നമ്മൾ സ്കിപ്പ് കൊടുക്കുകയാണ്. യൂസർ എഗ്രിമെൻറ്റ്, പ്രൈവസി, അപ്പോൾ നമ്മളിത് ഐ ഹാവ് റീഡ് ഓൾ ദ എഗ്രിമെൻറ്റ് എന്നുള്ളതിൽ അപ്പോൾ ഒന്ന് കാണിച്ചിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഗൂഗിൾ സർവീസ് സാധാരണ നമ്മൾ ചോദിക്കുന്ന പോലെയാണ്, അതും അക്സെപ്റ്റ് കൊടുക്കാം. ഫിംഗർ പ്രിൻറ്റ് സ്ക്രീൻ അത് സ്കിപ്പ്, നമ്മുടെ പാസ്വേഡ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ സ്കിപ്പ് കൊടുക്കുകയാണ്. മൊബൈൽ കോർണർ, ട്രാൻസ്ഫർ ഡാറ്റ ഫ്രം യുവർ ഓൾഡ് ഫോൺ വിത്തൗട്ട് മൊബൈൽ ഡാറ്റ, അതായത് മൊബൈൽ ഡാറ്റകൾ ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളുടെ പഴയ ഫോണിലുള്ള ഡാറ്റകൾ ഈ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ട്രൈ ഇറ്റ് നൗ കൊടുക്കുന്നില്ല, നമ്മൾ അത് പിന്നെ ചെയ്യാം. സ്കിപ്പ് കൊടുക്കുന്നു. അതിനുശേഷം
സിസ്റ്റം നാവിഗേഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത്, നാവിഗേഷൻ എങ്ങനെയാണ് വേണ്ടത് അത് നോക്കുകയാണെന്ന് വെച്ചാൽ ബട്ടൺസ് ആണ് നോക്കുന്നത്. ബട്ടൺസിന് കൊടുക്കുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. വെൽക്കം ടു ഐറ്റൽ 13.00 എന്നാണ് അവർ കാണിച്ചിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 13 വെർഷനാണ് ഇതിനകത്ത് വരുന്നിരിക്കുന്നത്. ഐറ്റൽ OS ലോഞ്ചർ ഈസ് സെറ്റിംഗ് യു. അപ്പോൾ നമുക്ക് നീറ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് കാണാം. ഇൻ്റർഫേസിൽ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നല്ല സ്മൂത്താണ്, ഭയങ്കര സ്മൂത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓവറോൾ ഇതിന് 5 സ്റ്റാറിൽ എത്ര റേറ്റിംഗ് കൊടുക്കും? 5 ഔട്ട് ഓഫ് 5 എനിക്ക് കൊടുക്കാൻ തോന്നുന്നു. കാരണം ഇതിന്റെ ബഡ്ജറ്റ് ആണ്. 5G ഫോൺ വിത്ത് സ്പെക്ക്, ഈ പറയുന്ന സ്പെക്ക് തരുകയാണെങ്കിൽ നമുക്ക് 5 ഔട്ട് ഓഫ് 5 തീർച്ചയായിട്ടും കൊടുക്കാം. ഇതിന്റെ ഡീറ്റെയിൽ യൂസർ റിവ്യൂ, ക്യാമറ റിവ്യൂ ഒക്കെ നമ്മൾ വരുന്ന വീഡിയോകളിൽ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ അൺബോക്സിംഗ് വീഡിയോ കണ്ടു കാണും, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഈ ഫോണിനെ പറ്റിയിട്ടോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റിയിട്ടോ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.